മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡൈവേഴ്സിൻ്റെ ചില ബിബ്ലിക്കൽ കൺസെപ്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മോശയുടെ നിയമത്തിൽ എന്താണ് ഡൈവേഴ്സിനെ കുറിച്ച് പറയുന്നതെന്ന് അത് പരീശന്മാർ ശാസ്ത്രിമാരും യേശുവിനോട് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം തൊട്ട് പറയുന്ന ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളുമാണ് നമ്മൾ സംസാരിച്ചത്. അതിനകത്ത് കാണുന്ന ഒന്ന് കാര്യം, യേശു പഠിപ്പിച്ച ചില കാര്യങ്ങൾ. ജീസസ് എൻഡോസ്ഡ് പെർമനൻസ് ഇൻ മാരേജ്. അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. യേശു ക്രിസ്തു പഠിപ്പിച്ചത് മാരേജ് നടത്തുന്നത് ഡൈവേഴ്സിനായിട്ടല്ല, കാരണം ദൈവം യോജിപ്പിച്ചതാണ്. മാരേജ് ബോണ്ട് ഈസ് മോർ ദാൻ എ ഹ്യൂമൻ കോൺട്രാക്റ്റ്. മനുഷ്യൻ്റെ കോൺട്രാക്റ്റിനൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പ്രസൻസ്, കൈ അവിടെ ഉണ്ട്, ഒരു ഡിവൈനായിട്ടുള്ള ദൈവത്തിൻ്റെ കൈ അവിടെ ഉണ്ട് എന്ന് യേശു പഠിപ്പിച്ചു. രണ്ടാമത് കാണുന്നത്, യേശു അവിടെ തന്നെ പറഞ്ഞത് മൊസൈക്ക് ലോയിൽ അല്ലെങ്കിൽ മോശയുടെ നിയമത്തിൽ പറയുന്ന ഡൈവേഴ്സ് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ്. അതൊരു മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഒരു കൺസെഷൻ പോലെ ഒരു ഹൃദയകാഠിന്യം കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. കാരണം പഴയ നിയമത്തിലുള്ള യാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ദൈവം മനുഷ്യനോട് ക്ഷമിക്കും എങ്കിലും പൂർണ്ണമായിട്ടൊരു രക്ഷയുടെ മാർഗമായിട്ടത് കാണുന്നില്ല. പുതിയ നിയമത്തിൽ വരുമ്പോഴാണെന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കണം. അതുകൊണ്ട് മൊസൈക്ക് പ്രൊവിഷൻ പറയുന്ന ഡൈവേഴ്സ് ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് യേശുക്രിസ്തു രണ്ടാമതോടെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഹൃദയകാഠിന്യത്താൽ അത് ചെയ്തു എന്നാണ് പറയുന്നത്. മൂന്നാമത്, ജീസസ് കോൾഡ് റീമാരേജ് ആഫ്റ്റർ ഡൈവേഴ്സ് ഈസ് അഡൾട്ടറി. ഈവൻ ഡൈവേഴ്സ് കഴിഞ്ഞ് പോലും തന്നെ അഡൾട്ടറി ആയിട്ട് യേശുക്രിസ്തു കാണുന്നുണ്ട്. 1-2 വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 10:12 11-ാം വാക്യത്തിൽ തൊട്ട് വായിക്കാം. അവൻ അവരോട് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവർ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു. സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തനുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഭാര്യയായാലും ഭർത്താവായാലും അന്യോന്യം ഉപേക്ഷിച്ചിട്ട് വേറൊരാളിനെ കല്യാണം കഴിക്കുന്നത് വ്യഭിചാരമാണ് എന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 32 യേശു ഇത് പറയുന്നു. 5:32 ഞാനോ നിങ്ങളോട് പറയുന്ന പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ഇതും സെയിം കാര്യമാണ് പറയുന്നത്. അന്നേരം അന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ പരസംഗം ഉണ്ട്. പരസംഗത്താലാണ് ഭാര്യയെ ഉപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പരസംഗ ഹേതുവായിട്ടല്ലാതെ ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഈ ഉപേക്ഷിച്ചൊരു സ്ത്രീയെ വേറെ ആരെങ്കിലും കല്യാണം എന്ന് വെച്ചാൽ സെയിം എഫക്റ്റാണ് രണ്ടും. ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും വേറൊരാളിനെ പോയി കല്യാണം കഴിക്കുന്നത് അഡൾട്ടറി ആണ് എന്ന് പറയുന്നു. വെച്ചാൽ മാരേജ് ഔട്ട്സൈഡിൽ ഉള്ള എല്ലാ ബന്ധങ്ങളും, എല്ലാ ബന്ധവും എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം, സെക്ച്വലായിട്ടുള്ള റിലേഷൻ, അത് അഡൾട്ടറി എന്നുള്ളൊരു വേയിലാണ് ദൈവം യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ 4-മത്തെ കാര്യം, ജീസസ് പെർമിറ്റഡ് ഡൈവേഴ്സ് ആൻഡ് റീമാരേജ് ഓൺ ദ സോൾ ഗ്രൗണ്ട് ഓഫ് ഇമ്മൊറാലിറ്റി. പരസംഗം മുഖാന്തരം അല്ലാതെ വേറൊരു രീതിയിലും വിവാഹം കഴിക്കാനായിട്ട് പാടില്ല എന്നും യേശുക്രിസ്തു പഠിപ്പിച്ചു. ഇപ്പം വായിച്ച വാക്യം മത്തായി 5:32, നേരത്തെ വായിച്ചിരുന്ന മത്തായി 19:9. ഈ 2 വാക്യങ്ങളിലും ഈ പരസംഗം മൂലമല്ലാതെ ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ റീമാരേജ് പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലും തന്നെ ഒരു എക്സെപ്ഷണൽ ക്ലാസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേറെ ഈ അഡൾട്ടറി, വ്യഭിചാരം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആ സമയങ്ങളിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട, വേറെ ആരോടെങ്കിലും പോയെന്നോ സംസാരിച്ചെന്നോ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് പഴയ നിയമത്തിലെ മലാക്കി പ്രവചനത്തിൽ പ്രത്യേകം അത് പറയുന്നത്. മലാക്കിയുടെ 2-ാം അധ്യായത്തിൽ പറയുന്നത്. കാരണം അവരുടെ പുരുഷന്മാരുടെ ചിന്ത എങ്ങനെയെങ്കിലും ഒന്ന് ഉപേക്ഷിച്ച് കിട്ടണമെന്നാണ്. അതിൽ അവർ പരസംഗത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവർ അടുത്തലേക്ക് പോകും. അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്ന 4-മത്തെ പോയിന്റ്, ജീസസ് പെർമിറ്റഡ്
ഡൈവേഴ്സ് ആൻഡ് റീമാരേജ് ഓൺ ദ സോൾ ഗ്രൗണ്ട് ഓഫ് ഇമ്മൊറാലിറ്റി. അത് തന്നെ ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇനി പൗലോസ് എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പൗലോസ് എന്താണ് ഈ ഡൈവേഴ്സിനെ കുറിച്ച് പഠിപ്പിച്ചത്? കാരണം അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഒരുപാട് ഉപദേശ ഡോക്ട്രിൻസ്, ടീച്ചിങ്സ് നമുക്ക് തന്നിട്ടുണ്ട് പുതിയ നിയമസഭയ്ക്ക്. 1 കൊരിന്ത്യർ 7:10-16 വരെ, വിവാഹം കഴിഞ്ഞവരോടല്ല ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു. അതിനകത്ത് പൗലോസ് പറയുന്നതിനകത്ത് ശ്രദ്ധിക്കണം. അതിനകത്ത് പല ക്ലോസസ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നു, കർത്താവ് പറയുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. ഇവിടെ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, അതാണ് ഫസ്റ്റ് ക്ലോസ്. ഭാര്യ ഒരിക്കലും തന്നെ ഭർത്താവിനെ വേർപിരിയരുത്. നമ്മൾ മാരേജ് ലൈഫിനകത്ത് പ്രത്യേകം ഇത് പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. ഭാര്യ ഭർത്താവിനെ ഒരു രീതിയിലും വേർപിരിഞ്ഞ് നിൽക്കരുത്. ഈവൻ ജോലി സംബന്ധമായി പോലും അനേകം നാളുകളിൽ അങ്ങനെ പോയി നിൽക്കരുതെന്ന് പറഞ്ഞു. അത് ദുർനടപ്പിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും സ്നേഹം പങ്കിടലും ആവശ്യമാണ്. അവിടെ വേർപിരിഞ്ഞ് നിൽക്കാനായിട്ട് പാടില്ല. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. ഈ സംഭവം ഇന്ന് ഒരുപാടിടത്തുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാര്യം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അകൽച്ച വന്നിട്ട് വിവാഹമില്ലാതെ തന്നെ എനിക്ക് എൻ്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, കാരണം രണ്ടുപേരും ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, കുഞ്ഞുങ്ങളൊന്നുമില്ല, അങ്ങനെ മാറി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇന്നുണ്ട്. പിരിഞ്ഞു എങ്കിലോ വിവാഹം കൂടാതെ പാർക്കണം എന്നുള്ള ഒരു തോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നു കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. ഒരിക്കലും പറയുന്നത് ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല, ഭാര്യയോട് വേർപിരിയരുത് എന്നുള്ളൊരു മീനിങ്, ഒരു എസൻസാണ്, തോട്ടാണ് ഇതിനകത്തുള്ളത്. ഇത് കർത്താവ് പറയുന്ന കാര്യമാണ്. ഒരിക്കലും തന്നെ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. ഇവിടെ പോളിൻ്റെ ടീച്ചിങ് ആണ്, കർത്താവ് പറയുന്നതല്ല ഞാൻ പറയുന്നത്. ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോട് പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായുള്ള ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോട് പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധർ തന്നെ. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇത് പൗലോസ് പറയുന്ന കാര്യമാണ്. ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരാൾ അവിശ്വാസിയും വേറൊരാൾ, ഒരു പാർട്ട്ണർ അവിശ്വാസിയായി പോയി എങ്കിൽ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിന് ഇതിനകത്ത് അത്രയും പ്രസക്തി ഇവിടെ ഇല്ല. എന്നാൽ സെലക്ഷനകത്തൊരു പ്രസക്തി ഉണ്ടത്. അതിനി നമ്മൾ തുടർന്ന് വീണ്ടും അത് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. എന്നാൽ പൗലോസും പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും വേണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയാണ്. ഈ ബോണ്ടെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരിക്കലും അത് വേർപിരിക്കാനായിട്ട് പാടില്ല. ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ഇതാണ്. അപ്പോൾ ഈ ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടിട്ട് ഇന്ന് വിശ്വാസ സമൂഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ വേർപെടാതെ നിൽക്കുകയും അവരുടെ കടമ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ദൂതുകൾ കഴിഞ്ഞ ഒരു 7-8 എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പിൾസ് ഇൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്താണെന്ന്, അതിന് എന്താണ് ചെയ്യേണ്ടത്, ഉപദേശങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിലെ സെപ്പറേറ്റ് പറഞ്ഞതാണ്. അന്യോന്യം അറിയുകയും അന്യോന്യം ഷെയർ ചെയ്യുകയും അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം പൊറുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ ഒരു കട്ടിൽ തന്നെ 2 മൂലയ്ക്ക് കിടന്നുറങ്ങുന്നത് മാറിയിട്ട് ഒരുമിച്ച് ഉറങ്ങാനായിട്ട് പറ്റുന്നൊരവസ്ഥയിലേക്ക് വരും. ആ ഒരു അവസ്ഥയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് എ എൻജോയ്മെൻറ്റ് ഇൻ ഫാമിലി ലൈഫ്. ഞാൻ നേരത്തെ വീണ്ടും കോട്ട് ചെയ്യാണ്. മനുഷ്യന് ആവശ്യമെന്ന് പറഞ്ഞിട്ട് ദൈവം മനുഷ്യനോട് കുറച്ച് ചരൽ രൂപത്തിലുണ്ടാക്കി കുറച്ച് വൈറ്റമിൻ ഗുളികകളും ഒക്കെ തന്ന് മനുഷ്യനെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നല്ലോ.
നിനക്ക് ജീവിക്കണം, ദീർഘായുസ് വേണം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നീ അങ്ങനെ കുറച്ച് ഗുളികകൾ രൂപത്തിൽ ഞാൻ കുറേ സാധനങ്ങളൊക്കെ തരും, അത് നീ കഴിച്ചങ്ങനെ ജീവിച്ചോ എന്നുള്ളതല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞത് നീ ജീവിതത്തെ എൻജോയ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്തിനാ എൻജോയ്മെൻറ്റ് വരുന്നത്? എൻജോയ്മെൻറ്റ് വരുമ്പോഴേ നമ്മുടെ സ്പിരിറ്റിലല്ല എൻജോയ്മെൻറ്റ്, സ്പിരിറ്റിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമുള്ള എൻജോയ്മെൻറ്റ് നിനക്ക് ആവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ എന്ന് ദൈവം ഉദ്ദേശിച്ച് എൻജോയ് ചെയ്യാനായിട്ട് ആ ഫാമിലിയെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിവാഹ മോചനം ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് ബൈബിളിൽ പറയുന്ന ചില ബാക്ക്ഗ്രൗണ്ടിൽ റെഫറൻസസ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മത്തായി 19 നിന്ന് പറഞ്ഞു, അതുപോലെ മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു, അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 10 നിന്ന് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു, 1 കൊരിന്ത്യർ 7-ാം അധ്യായം. ഇതൊക്കെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന മെയിനായിട്ടുള്ള റെഫറൻസ്. ഇന്ന് നമ്മൾ വിവാഹമോചനത്തിൻ്റെ കാര്യങ്ങൾ നേരത്തെ സെൻസസ് പറഞ്ഞാണ് കാണുമ്പോഴേ ക്രിസ്ത്യൻ ഫീൽഡിൽ, ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ ഒത്തിരി വിവാഹമോചനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ബൈബിള് പറയുന്ന വിവാഹമോചനം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിർവാഹവും ഇല്ലാതെ പിന്നെയും കുടുംബ കോടതി ഇപ്പോൾ ഈ വിവാഹമോചനം നടത്തുന്ന കേസുകളുണ്ട്. അത് അവരെ കാണുമ്പോഴേ നേരത്തെ പറഞ്ഞ പോലെ 1.96 lakh ഡൈവേഴ്സ്ഡ് വുമൻ, ഡൈവേഴ്സ്ഡ് മെന്നിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, ഡൈവേഴ്സ്ഡ് വിമൻ്റെ കാര്യമാണ് പറയുന്നത്. മെന്നിൻ്റെ കാര്യം എന്താ പറയാത്തത്? അവരൊക്കെ പോയി വേറെ എല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ടാകും, വേറെ എങ്കിലും പോയിട്ടുണ്ടാകും, ആയിരിക്കും അവരുടെ കാര്യം പറയാത്ത. എന്നാൽ അവരെ കാണുമ്പോഴേ ഒരു ജഡ്ജ്മെൻ്റ് ഔട്ട്ലുക്കോടുകൂടി അവരെ നമ്മൾ നോക്കരുത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, വിവാഹ മോചനത്തിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതും പ്രധാന വിഷയമാണ്. നമുക്കറിയാം, ചില പാസ്റ്റേഴ്സ്, ചില ചർച്ച് ലീഡേഴ്സ് അവരൊക്കെ വിവാഹമോചനം നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരെ ഇന്നും ശക്തരായിട്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അതിന് വിവാഹമോചനം നടന്നുപോയി എന്ന് പറഞ്ഞ് അവനെ അല്ലെങ്കിൽ അവളെ അങ്ങ് മോശമാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചിലർ അങ്ങനെ ഡൈവേഴ്സ് ആവേണ്ട ചില റീസൺസ് വന്നിട്ടുണ്ടാവും. മേ ബി എന്തെങ്കിലും കാരണം കാണുമായിരിക്കാം, നമുക്കറിയത്തില്ല ജെന്യുവൻ റീസൺ. എന്നാൽ അത് ബിബ്ലിക്കലി റോങ് ആണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്നേരം അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടായെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാം. എന്നാൽ ചില പാസ്റ്റേഴ്സ്, ചില ലീഡേഴ്സ് ദൈവം അവരെ ശക്തരായി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആരാണ് ഈ വിവാഹമോചനത്തിൻ്റെ ഉത്തരവാദി എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും. ഇപ്പോഴത്തെ ഒരു ആൻസർ എന്ന് പറയാം, പണ്ടൊക്കെ ആണെങ്കിൽ പുരുഷൻ ആണ് ഉത്തരവാദി എന്ന് പറയും. കാരണം പുരുഷനാണ് സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ പുരുഷൻ പോയി സ്ത്രീയെ തിരഞ്ഞെടുക്കുകയാണ് എന്നുള്ള കാരണത്താൽ പുരുഷനാണ് ഉത്തരവാദി എന്ന് പറയാം. എന്നാൽ ഇന്ന് സ്ത്രീകൾ പുരുഷന്മാരെ ഇട്ടിട്ട് പോകുന്ന ഒരുപാട് കേസുകളുണ്ട്, പുരുഷന്മാരെ ഇട്ടിട്ട് പോകുന്ന കേസ്. അപ്പോഴേ നമ്മൾ ഇതിൻ്റെ റീസൺസിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. വാട്ട് ആർ ദ പ്രൈമറി റീസൺ ഫോർ ഡൈവേഴ്സ്? നേരത്തെ നമ്മൾ പറഞ്ഞ റീസൺസിനകത്ത് ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞു. വയലൻസിൻ്റെ കാര്യം പറഞ്ഞു, മെൻ്റൽ ഫിസിക്കൽ അബ്യൂസിൻ്റെ കാര്യം പറഞ്ഞു, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, ഡവറി റിലേറ്റഡ് വയലൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഹേറ്റ്രഡ് വരുന്നു, അബ്യൂസ്, ചിൽഡ്രൻ ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ, അഡിക്ഷൻസ്, ഈഗോയെ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇതെല്ലാം ആരംഭിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രയാസം, തെറ്റായിട്ടുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് വിവാഹമോചനം. നമ്മൾ ഈ അഗ്രികൾച്ചറിലൊക്കെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ഏത് സാധനമാണ് ബഡ് ചെയ്ത് വെക്കുന്നത് അതാണ് കിളിർത്ത് വരുന്നത്, അല്ലേ? ഒരു അഴുക്ക് സാധനം കൊണ്ട് ബഡ് ചെയ്താൽ അഴുക്ക് സാധനം കിളിർത്ത് വരുള്ളൂ. എന്ത് വിത്താണ് ഇടുന്നത് അതിൽ നിന്നല്ലേ പ്രൊഡ്യൂസ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇടുന്ന നമ്മുടെ സെലക്ഷൻ ഏറ്റവും നന്നായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇനി അടുത്ത പറയാനായിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു വിവാഹത്തിന് എങ്ങനെയാണ് ആളിനെ സെലക്ട് ചെയ്യേണ്ടത്. ഇസാക്കിൻ്റെ എക്സാമ്പിളൊക്കെ എടുത്ത് നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ അതിന് ചുരുക്കമായിട്ട് ഇപ്പോൾ ഡൈവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സെലക്ഷനെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ചില ഡൈവേഴ്സ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അത് നിങ്ങൾ ശ്രദ്ധേയമായിട്ട് ഇരിക്കുക. അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മുടെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം,
ബൈബിള് ഡൈവേഴ്സിന് ടോട്ടലി എഗൻസ്റ്റാണ്. യേശുക്രിസ്തുവും പൗലോസും പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും. ഇത് ഒരു പ്രിൻസിപ്പിളായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെടുക്കണം. ജീവിതത്തിലെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. കോൺഫ്ലിക്റ്റിനെ കുറിച്ചെല്ലാം ഞാൻ സംസാരിച്ചല്ലോ. കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡൈവേഴ്സിൻ്റെ വക്കിൽ ചെല്ലുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അത് ചിന്തിക്കാം. ഈ വരുന്ന അടുത്ത എനിക്ക് തോന്നുന്ന രണ്ട് എപ്പിസോഡുകൂടി നമുക്ക് ഈ ഡൈവേഴ്സിൻ്റെ നിർത്താമെന്ന് വിചാരിക്കുന്നു. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ബൈബിളിൽ എങ്ങനെയാണ് മാരേജ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതെന്ന് പറയുന്നുണ്ടല്ലോ. ഒരിക്കലും കർത്താവെ അതൊരു മോചനത്തിന് വേണ്ടിയല്ല. ഒരു രീതിയിലും പാർട്ട്ണറെ കുറ്റം കണ്ടുപിടിച്ച് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനല്ലല്ലോ കർത്താവെ കൂട്ടിയോജിപ്പിച്ചത്. ദൈവം ഒരിക്കലും തൻ്റെ തീരുമാനത്തിൽ തെറ്റാറില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. വിവാഹമോചനം ഏറ്റവരെ, വിവാഹമോചനത്തിൽ കടന്നവരെ ആ കാര്യത്തിൽ സീരിയസ് ആയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വ്രതത്തോടുകൂടി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാൻ ഈ ദിവസങ്ങൾ ഇടവരുത്തണമേ, സഹായിക്കണമേ. കുടുംബങ്ങളായിരിക്കുന്നവരൊരിക്കലും വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലാതിരിക്കാൻ കർത്താവെ കൃപയൊരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ചില കോൺഫ്ലിക്റ്റുകൾ ഫാമിലിയിലുള്ളത് കർത്താവെ നിങ്ങൾ എന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ വലങ്കരെ ആ സ്ക്രീനിലോട്ട് ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ആ കോൺഫ്ലിക്റ്റുകളെല്ലാം ദൈവം ഇന്നൊരു പരിഹാരം തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലുള്ള ആ എല്ലാ പിരിമുറുക്കങ്ങളും എല്ലാ കോൺഫ്ലിക്റ്റുകളിൽ നിന്നും എല്ലാ വിഘടന ചിന്തകളിൽ നിന്നും കർത്താവെ അവരെ വിടുവിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ തന്നെ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുവാനായി കർത്താവെ നീ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. മനസ്സിലുള്ള സംശയത്തിൻ്റെ എല്ലാ അശുദ്ധാത്മാവും ഇപ്പോഴേ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം പൊട്ടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ ഭവനങ്ങളിൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൃഢനിശ്ചയത്തോടുകൂടി സ്നേഹത്തോട് വർത്തിപ്പാനായിട്ട് അന്യോന്യം കർത്താവെ സ്നേഹത്തിലെ ഹൃദയങ്ങളെ ബൈൻഡ് ചെയ്ത് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും വാച്ച് ചെയ്യണം. നമ്മൾ ഡൈവേഴ്സിൻ്റെ റീസൺസിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കടക്കും. തീർച്ചയായും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തുടർമാനമായിട്ട് കാണുക. ഏതെങ്കിലും മിസ് ചെയ്തു പോയെങ്കിൽ നേരത്തെ ഉള്ള എപ്പിസോഡിൽ നിങ്ങളത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുകയും കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യുക. പ്രയർ റിക്വസ്റ്റുകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം തന്നെ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.